നമസ്കാരം. ഒരു വേദനാജനകമായ ഒരു കാര്യമാണിന്ന് ഞാൻ പറയുന്നത്. അത് ആദ്യം ഒരു ചൊല്ലു പറയട്ടെ, വാളെടുത്ത് പൻ വാളാൽ എന്നുള്ളൊരു രീതി. അത് ഈ അടുത്ത സമയത്ത് ന്യൂസ് നിങ്ങൾ കണ്ടു കാണും, യൂട്യൂബിൽ വൈറലാണ് ആ വീഡിയോ. ഒരു കാറ് മറ്റൊരു കാറ് പുറകിൽ വന്ന് ഇടിച്ച് ചെറിയ കുഴിയിലോട്ട് തള്ളിയിട്ടിട്ട് വടികളും മാരകായുധങ്ങളുമായിട്ടൊക്കെ കാറിൻ്റെ ചില്ലൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് അതിനാളെ വെളിയിറക്കി വെട്ടിക്കൊല്ലുന്ന രംഗം യൂട്യൂബിലുണ്ടത്. ഈ സംഭവം നടന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ വൈറലായി. കഷ്ടം. അയാൾ നമുക്ക് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അത് കാറിനെ ബാക്കിൽ കൊണ്ട് ഇടിച്ച് മറ്റേ കാറ് വലത്തോട്ട് ചെറിയ കുഴിയിലോട്ട് വീണു. ഇവർ 4 ഡോറിൽ നിന്ന് ആൾക്കിറങ്ങി, മറ്റേ ഇന്നോവ കാറാണെന്ന് തോന്നുന്നു. 4 സൈഡിൽ നിന്നും ആയുധങ്ങളുമായിട്ട് ഇറങ്ങി ഈ കാറിൻ്റെ ഗ്ലാസും അതൊക്കെ അടിച്ച് പൊട്ടിച്ച് ഒരാളെ പുറത്ത് വിളിച്ചിറക്കി വെട്ട്. ഒരാളിങ്ങനെ കത്തിയോട്ടൊക്കെ ഇങ്ങനെ, അതൊക്കെ വല്ലാത്ത സീനുകൾ വെട്ടി. ഇപ്പം ഒരുമാതിരി ആക്കി കാണുമായിരിക്കാം. പത്രത്തിൽ കിടന്നു, തല വെട്ടിപ്പിളർന്നു, വെട്ടി നാമവിശേഷമാക്കി എന്നൊക്കെ പറയുന്നു. കഷ്ടം. മരിച്ചയാളുടെ പേര് അതിലൊന്നും അങ്ങനെ എന്തോ ആണ്. ഇതെങ്ങനെ തോന്നുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ജീവനെ വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞാനൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഉടക്കിയിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ വൈഫൊക്കെ ഉടക്കിയിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ചിലന്തിയോ അങ്ങനെ എന്തെങ്കിലും കണ്ട് ഞാൻ ഓടിച്ചു വിടും, അടിച്ചു കൊല്ലാൻ ശ്രമിക്കില്ല. അപ്പം അവർക്കൊക്കെ പേടിയായാലും എന്നോട് പറയും, ഞാൻ ഓടിച്ചു വിടും, അടിച്ചു കൊല്ലത്തില്ല. അത് പറയുമ്പോൾ എനിക്ക് എൻ്റേതായ ഒരു ന്യായീകരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരമില്ലേ, നമ്മളെന്തിനാണ് അത് നിഷേധിക്കുന്നത്? അവർക്കും ചിലന്തിയായിരുന്നാലും എന്തായിരുന്നാലും അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണം. നമ്മൾ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? അവരവരെ പാടണമെങ്കിൽ പോട്ടെ. ഈ പറയുമ്പോൾ സമ്മതിച്ചില്ല. പക്ഷെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടാണ്, എന്തിനും ഒരു ജീവിയെ കൊല്ലുന്നത് എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ മനുഷ്യനെ വെട്ടി നുറുക്കുന്നു. ആ വെട്ടുന്നവരുടെയൊക്കെ ആവേശം കാണണം. എൻ്റെ അമ്മ സഹിക്കാൻ പറ്റുന്നില്ല. ചുമ്മാ അവരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരല്ലോ. ഈ മരിച്ചയാൾ 1 വർഷത്തിന് മുമ്പ് ഒരു ജിം സന്തോഷമെന്നോ അങ്ങനെ എന്തോ ഒരാളിനെ പറഞ്ഞത് ഈ വീട്ടുകാർ വെട്ടിക്കൊന്നു, വീട്ടുകാരുടെ മുന്നിൽ വെച്ച്. അതെന്ത് ക്രൂരത എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണം അത് പറയാം. സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ വെച്ചൊക്കെ വെട്ടിക്കൊള്ളുക എന്ന് വെച്ചാൽ അതിൻ്റെ പക വീട്ടിയതാണ് ഇപ്പം നടന്ന ഈ സംഭവം. അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ആൾക്ക് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അതായത് പോലീസ് സ്റ്റേഷനിൽ ചെന്നൊക്കെ ഒപ്പിടണമല്ലോ. അങ്ങനെ പോയിട്ട് വരുമ്പോഴാണ് ഈ ഒരു ആക്രമണം നടന്നത്. കഷ്ടം തന്നെ കേട്ടോ. മറ്റേ ആളെ കൊന്നു. അത് റിപ്പോർട്ട് ഗുണ്ടകൾ തമ്മിലുള്ള സ്പർദ്ധയാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. നമ്മളെന്തിനാ അങ്ങനെ, എനിക്ക് അതിനോടൊന്നും തിരക്കാനും താല്പര്യമില്ല. പക്ഷേ ഈ തമ്മിൽ ഇങ്ങനെയുള്ള വെട്ടും കുത്തും കൊലപാതകമൊക്കെ കാണുമ്പോൾ അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 10-30 വർഷത്തിന് മുമ്പ് കേട്ടോ, തിരുവനന്തപുരത്ത് ഈസ്റ്റ് ഫോർട്ടിൽ വെച്ചിട്ട് ഒരു അടി കണ്ടു, 2 പേര് തമ്മിലുള്ള. എനിക്കത് കാണാൻ പറ്റിയില്ല, ഭയങ്കര വിഷമമായിരുന്നു. കുറേ ദിവസം എൻ്റെ മനസ്സിൽ അതിങ്ങനെ കിടന്നു. അടിയിൽ വെച്ച് അവസാനം ആരൊക്കെ വെച്ചത് പിടിച്ചു മാറ്റി ഇല്ലെന്നുള്ള 2 പേരുടെ കയ്യിലും, ഒരാളുടെ കയ്യിൽ നല്ലൊരു എന്ന് പറയാം, തിരുവനന്തപുരം ഭാഷ പറഞ്ഞ് വിച്ചാത്തി എന്നൊക്കെ പറയില്ലേ, അയ്യോ, അത് എല്ലാം കൂടെ അവസരം പിടിച്ചു മാറ്റി. എങ്ങനെ പോലീസ് വന്നൊക്കെ അങ്ങ് പോയി. ഒരു 10 മിനിറ്റോളം പോരിഞ്ഞിട്ട് ആരും അടുക്കുന്നില്ല. ഈസ്റ്റ് ബോർഡിലേക്ക് തിരക്കറിയാമല്ലോ, വൈകുന്നേരം 4-5 മണി സമയത്താണ്.
ഓരോരുത്തരെ അടുക്കുന്നതുമില്ല, എല്ലാവർക്കും പേടിച്ചിട്ടാണ്. പക്ഷേ ചെയ്യാം എങ്ങനെ? കല്ലെടുത്ത് എറിയണം അവരെയൊക്കെ, എറിഞ്ഞിട്ട് അന്നേരം അവർ പിന്തിരിയും. ഇത്രയും സമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്നവരെല്ലാം കൂടെ ഒറ്റയ്ക്ക് ഒരു ഒറ്റക്കെട്ടായിട്ട് ഇന്ന് ആക്രമിക്കണം. എന്ന് വെച്ചാൽ അവരെ ഉപദ്രവിക്കാനല്ല, അവരെ പിടിച്ചു മാറ്റണം, അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അത് ഇത്തിരി ബലമായിട്ടായിരുന്നാൽ പോലും, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഞാൻ പണ്ട് കണ്ടിട്ടുള്ള ഒരു ഓർമ്മ ഞാൻ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഒരു വർഷത്തിന് മുമ്പേ ഈ ജിം സന്തോഷിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. അതിൻ്റെ പക ഇപ്പോൾ തീർത്ത് അതിങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് വരികയാണ്. ഇപ്പോൾ മറ്റയാളെ കൊന്നു, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തെ കൊന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ ആൾക്കാർ അദ്ദേഹത്തെ തേടുമോ അറിയില്ല. ഇതിങ്ങനെ തുടർച്ച ചങ്ങല പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞാൽ ഇതിനൊരു അറുമ്പാതം ഇല്ലേ? അല്ല, ഞാൻ എന്തു പറയാൻ? ഇങ്ങനെ തുടർച്ചയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു കാലത്തും ഇതൊന്നും നിൽക്കത്തില്ല. അയാളെ കൊന്നതിന് ഇയാളെ കൊന്നതിന് ഇനി മറ്റൊരു ചിലപ്പോൾ കരുതുമായിരിക്കും, അറിയില്ല, നമുക്കറിയില്ല അവർ തമ്മിലുള്ള എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്നാലും എന്തുവാണ് ഇങ്ങനെയൊക്കെ? സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഈ ഞാൻ പറയാറുള്ളത് പോലെ അവനവൻ്റെ ആൾക്കാർക്ക് വരുമ്പോഴേ അതിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തിനാണ് ഇങ്ങനെ? ഇപ്പം നടന്ന സംഭവം, അയാളെ കൊല്ലുന്ന അടിവാളൊക്കെ ആയിട്ട് വെട്ടുന്നത് കണ്ട് നമുക്ക് സഹിക്കില്ല. ഇയാൾ മറ്റയാളെ കൊന്നതും ഇതുപോലെ ആയിരിക്കുമല്ലോ. അതും ക്രൂരത അയാളും കാണിച്ചു, ഈ മരിച്ചയാളും കാണിച്ചത് അങ്ങനെയല്ലേ. മറ്റയാളെ ഒരു വർഷത്തിന് മുമ്പേ കൊന്നതും അങ്ങനെയല്ലേ. അന്ന് ഇയാൾ കാണിച്ചത് ഭയങ്കര ക്രൂരതയാണ്, വീട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട്. വീട്ടുകാർക്കൊക്കെ എല്ലാ കാലവും ഇത് എങ്ങനെ സഹിക്കും? ഇത് ഇപ്പം ഇയാളുടെ വീട്ടുകാർ ഇതെങ്ങനെ സഹിക്കും? അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടുത്തെ നിയമങ്ങൾക്ക് ഇതിനൊരു അറുതി വരുത്താൻ പറ്റത്തില്ലേ? എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് രാഷ്ട്രീയമാണ് ഇതിനൊക്കെ കാരണമെന്നാണ്. കാരണം രാഷ്ട്രീയം സപ്പോർട്ട് ഇവർക്ക് ആർക്കായിരുന്നു കിട്ടുന്നുണ്ട്. ഈ രാഷ്ട്രീയക്കാരൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഇതുണ്ട്. ഈ ഗുണ്ടായിസത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാമെങ്കിൽ തെറ്റ് കാണിക്കുന്ന ഈ ഗുണ്ടായിസം കാണിക്കുന്ന എല്ലാവരും എതിർക്കണം. പക്ഷേ പറഞ്ഞ് അവർക്കും വേണം, എല്ലാവർക്കും വേണം, എല്ലാവർക്കും വേണം. എന്തോന്ന് പറയാൻ കഷ്ടമല്ലേ ഇതൊക്കെ? മനുഷ്യനെ എന്തോന്ന് പറയാൻ ഒരു വാല്യൂ ഇല്ല. നമുക്കിപ്പോഴുള്ളൊരു സഹജീവിയാണ്, നമ്മളെപ്പോലെ തന്നെ ചിന്തകളും ഒക്കെ ഉള്ളൊരു സഹജീവിയാണ്. ഈ മരിച്ച ആളും ഇത് ചിന്തിച്ചില്ല, അയാളും മറ്റാളെ കൊന്നപ്പോഴും ഇതുപോലെ ചിന്തിച്ചില്ല. അയാൾക്കും ഇതാണ് കർമ്മം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ കർമ്മം തിരിച്ചടിക്കും. ഞാൻ ഇന്നൊരാളെ ദ്രോഹിച്ചാൽ അതുപോലൊരു എഫക്റ്റ് എനിക്കും പിൽക്കാലത്തുണ്ടാവും. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ളത്, കാരണം ഇപ്പം ഒരു വിരൽ നമ്മൾ ചൂണ്ടുമ്പോൾ ബാക്കി 3 വിരൽ നമുക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണെന്ന് ഉറപ്പാണ്. നമ്മൾ അപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ അവന് കൊടുത്തു, അത് വേണം. പക്ഷേ നമ്മളറിയുന്നില്ല നമുക്കും ഇതുപോലൊരു പണി വീഴുമെന്ന്. അങ്ങനെ ചിന്തിച്ച് നല്ല മനസ്സോടുകൂടി പോകാമെങ്കിൽ ഇതൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവും ഇല്ല. മനുഷ്യർ ഉള്ളിടത്തോളം കാലം ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് മനുഷ്യർ. അതെ, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു നിയമങ്ങളൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആകാമെങ്കിൽ ഇതിനൊക്കെ ഒരു അറുതി വരുത്താം എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ ചിന്താഗതിയാണ് ഞാൻ പറയുന്നത്.
പക്ഷേ അവിടെ രാഷ്ട്രീയ ഇടപെടലോ ഒന്നും പാടില്ല. നിയമത്തിൻ്റെ ഇതിൽ മാത്രം പോകാമെങ്കിൽ, ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരാളെ ഇതുപോലെ പിടിച്ചു, ഞാൻ കണ്ടിട്ടുള്ള കാര്യം പറഞ്ഞു, അവർക്ക് ഒരു റെക്കമെൻഡ് ചെയ്യാൻ രാഷ്ട്രീയ നേതാക്കളുണ്ട്. അപ്പം പിന്നെ എങ്ങനെയാണത്? അതൊന്നുമില്ലാതെ, ഒരു ഇടപെടലും ഇല്ലാതെ ഇരിക്കാമെങ്കിൽ ഇതിനെയൊക്കെ ഒരു 70% നിർത്തലാക്കാം എന്നാണ് എനിക്ക് എൻ്റെ ചിന്തയിൽ വരുന്നത്. പക്ഷെ അതൊന്നും നടക്കില്ല. ഇത് ഞാൻ വളരെ വിഷമത്തോടുകൂടിയാണ് പറയുന്നത്. ആ രംഗം യൂട്യൂബിൽ കണ്ടപ്പം വളരെ വിഷമത്തോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. കഷ്ടം തന്നെ, കഷ്ടം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ സ്നേഹത്തിൻ്റെ മൂല്യം പറഞ്ഞ് മനസ്സിലാക്കി വളർത്തണമെന്നാണ്. ഓരോരുത്തരും സ്നേഹം എന്താണെന്ന് അറിഞ്ഞ് വളർന്നാൽ ചിലപ്പോൾ ഇങ്ങനൊന്നും വരില്ലായിരിക്കാം. അത് ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ ശരി ഞാൻ പറയുന്നു, നിങ്ങൾ ചിന്തിച്ചു നോക്കുക.